മംഗലാപുരം ഇനോളിക്കു സമീപം നേത്രാവതി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 4 മലയാളി വിദ്യാർത്ഥികൾ മരിച്ചു. നേത്രാവതി നദിയിൽ നീലേശ്വരം സ്വദേശി ഉൾപ്പെടെ 4 മലയാളി വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ഒരു വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മംഗലാപുരം യൂണിവേഴ്സിറ്റി കോളേജിനടുത്ത് പ്രവർത്തിക്കുന്ന ബ്യാരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ 1ാം സെമസ്റ്റർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ താമസിക്കുന്ന പയ്യന്നൂരിലെ മരവ്യാപാരി ഹാരിസിന്റെയും റഹിയാനയുടെ മകൻ മുഹമ്മദ് ഷിഹാസ്, കൂത്തുപറമ്പിലെ ഹൈദറിന്റെ മകൻ സഫ്വാൻ, തലശ്ശേരിയിലെ നജ്മ ഗൈറിന്റെ മകൻ സബാൻ ഖലീൽ, മലപ്പുറം വേങ്ങരയിലെ അബ്ദുൾ നാസറിന്റെ മകൻ റിനാസ് നാസർ എന്നിവരാണ് നേത്രാവതി നദിയിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശി മസ്റൂഫ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞായറാഴ്ച വൈകിട്ട് 5:45 മണിയോടെയാണ് ദുരന്തം നടന്നത്. കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഇവർ വൈകിട്ട് ചായ കുടിച്ച ശേഷം നേത്രാവതി നദിക്കരയിലെ ജലഗതക്കട്ടയിൽ ഫുട്ബോൾ കളിക്കാൻ എത്തിയതായിരുന്നു. മൊത്തം 12 പേരാണ് കളിക്കാൻ എത്തിയത്. കളിക്കിടയിൽ ഫുട്ബോൾ വെള്ളത്തിൽ വീണുവെന്നും അതെടുക്കാൻ 5 പേർ നദിയിലിറങ്ങിയെന്നും ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ഒഴുക്ക് ശക്തിപ്പെട്ടപ്പോൾ ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്നും പരിസരവാസികളും പോലീസും പറഞ്ഞു. ഒഴുക്കിൽപ്പെട്ട് 4 മലയാളി വിദ്യാർത്ഥികളെ കാണാതായെന്ന വിവരമറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ നദിക്കരയിലേക്ക് ഓടിയെത്തി. നാട്ടുകാരും ഫയർ സ്റ്റേഷൻ ഓഫീസർ ചന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങളും രാത്രി വളരെ വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും ഒഴുക്കിൽപ്പെട്ട് കാണാതായ 4 പേരെയും കണ്ടെത്താനായില്ല. മംഗലാപുരം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആർ ജഗന്നാഥ്, UT ഖാദർ MLA, കോനെ JSI ശിവപ്രസാദ് തുടങ്ങിയവർ ഞായറാഴ്ച രാത്രി തന്നെ വെളിച്ചക്കുറവ് മൂലം രാത്രി നിർത്തിവെച്ച തിരച്ചിൽ തിങ്കളാഴ്ച രാവിലെ പുനരാരംഭിച്ചു. തിരച്ചിലിനിടയിൽ വേങ്ങരയിലെ റിനാസ് നാസറിന്റെ മൃതദേഹം രാവിലെ 10 മണിയോടെ കണ്ടെടുത്തു. 11 മണിയോടെ കൂത്തുപറമ്പിലെ സഫ്വാന്റെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നീലേശ്വരത്തെ മുഹമ്മദ് ഷിഫാസിന്റെയും മൃതദേഹം 11 മണിയോടെയാണ് കണ്ടെടുക്കാനായത്. 4 മൃതദേഹങ്ങളും മംഗലാപുരം വെൻലോക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മയ്യത്ത് പരിപാലനം നടത്തി മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകും. തിരച്ചിലിന് നാവികസേനയുടെ സഹായത്തിനു വേണ്ടി നദിയിൽ കാണാതായവരുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അതിനു മുമ്പ് തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താനായി.